എല്ലാവർക്കും PSC എഡ്യൂക്കേറ്ററിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ഇന്ത്യ ചരിത്രത്തിലെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ്. അതിൽ INC സമ്മേളനങ്ങളെ കുറിച്ച് വരെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതിന്റെ തുടർച്ചയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. അപ്പം ആദ്യത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ ദാദാബായ് നവറോജിയുടെ പുസ്തകം ഏതാണ്? 1. പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ. 2. വെൽത്ത് ഓഫ് നേഷൻ. 3. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. 4. പോവർട്ടി ആൻഡ് ഫാമിൻ. ഇതിൽ ദാദാബായ് നവറോജിയുടെ പുസ്തകം പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ആണ്. ആരാണ് ദാദാബായ് നവറോജി? ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തിനും ധൂർത്തിനുമെതിരെ സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ച വ്യക്തിയാണ് ദാദാബായ് നവറോജി. അതുപോലെ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. ഇന്ത്യയിലെ ഒരു പ്രശസ്തനായ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ദാദാബായ് നവറോജി. അപ്പം അദ്ദേഹത്തിന്റെ പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അടുത്ത ചോദ്യം, ഇനിയുള്ള 3-4 ചോദ്യങ്ങൾ ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരകാലത്ത് പ്രസിദ്ധീകരിച്ച പത്രങ്ങളും അത് പുറത്തിറക്കിയ വ്യക്തികളെയും കുറിച്ചുള്ള ചോദ്യങ്ങളാണ്. അപ്പം അതിലെ ആദ്യത്തെ ചോദ്യം, ഇവിടെ തന്നിരിക്കുന്നതിൽ ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഏതായിരുന്നു? 1. ബംഗാളി. 2. വന്ദേ മാതരം. 3. ന്യൂ ഇന്ത്യ. 4. മറാത്തി. ഉത്തരം മറാത്തിയാണ്. ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം മറാത്തിയാണ്. അടുത്ത ചോദ്യം, ദേശീയ സ്വാതന്ത്ര്യ സമരകാലത്ത് വന്ദേ മാതരം എന്ന പത്രത്തിന് നേതൃത്വം നൽകിയതാര്? ലാലാ ലജ്പത് റായ് ആണ് വന്ദേ മാതരം എന്ന പത്രം പ്രസിദ്ധീകരിച്ചത്. അടുത്ത ചോദ്യം, രാജാറാം മോഹൻ റായ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രം സമ്പദ് കൗമുദിയാണ്. അപ്പൊ സമ്പദ് കൗമുദി പ്രസിദ്ധീകരിച്ചത് ആരാണ്? രാജാറാം മോഹൻ റായ് ആണ്. അതുപോലെ അത് ഏത് ഭാഷയിലാണ് അച്ചടിച്ചത്? ബംഗാളി ഭാഷയിലാണ്. അടുത്ത ചോദ്യം, ബോംബെ ക്രോണിക്കിൾ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ഫിറോസ് ഷാ മെഹ്ത്തെ ആണ് ബോംബെ ക്രോണിക്കിളിന്റെ പത്രാധിപൻ. നമ്മളിപ്പോൾ ഇവിടെ 4 പത്രങ്ങളെ കുറിച്ചാണ് പഠിച്ചത്. 1. ബാലഗംഗാധര തിലക് ആരംഭിച്ച മറാത്തി. 2. ലാല ലജ്പത് റായുടെ വന്ദേ മാതരം. 3-മതായി രാജാറാം മോഹൻ റായുടെ സമ്പദ് കൗമുദി. 4-മത്തെ കാര്യം നമ്മളിപ്പം പഠിച്ചു, ബോംബെ ക്രോണിക്കിൾ, അതിന്റെ സ്ഥാപകൻ ഫിറോസ് ഷാ മെഹ്ത്തെ. അപ്പം സ്വാതന്ത്ര്യ സമര കാലത്തിറങ്ങിയ പത്രങ്ങളും പത്രാധിപരെയും കുറിച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയും ഒരുപാട് പത്രങ്ങളുണ്ട് സ്വാതന്ത്ര്യ സമര കാലത്തിറങ്ങിയത്. പക്ഷേ ഞാനിവിടെ മുൻപുള്ള പരീക്ഷകളിൽ വന്ന ചോദ്യങ്ങൾ മാത്രമാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുൻപ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, എൻ്റെ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ ആ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് വേഗം കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടും ചൂഷണത്തെ ഹൃദയഹാരിയായി ചിത്രീകരിച്ച ദീനബന്ധു മിത്രയുടെ നാടകം നീൽ ദർപ്പണാണ്. ദീനബന്ധു മിത്രയുടെ നാടകം എന്തിനെ ആസ്പദമാക്കിയുള്ള നാടകമാണ് എന്ന് ചോദിച്ചാൽ, ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടും ചൂഷണത്തെ ആസ്പദമാക്കിയാണ് ഈ നാടകം ചിത്രീകരിച്ചത്. അടുത്ത ചോദ്യം, റൗലറ്റ് വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന ദാരുണ സംഭവം ഏതാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ് റൗലറ്റ് വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന ദാരുണ സംഭവം. എന്താണ് ഈ റൗലറ്റ് ആക്ട്? ശ്രദ്ധിച്ചു കേൾക്കണം. ജസ്റ്റിസ് സിഡ്നി റൗലറ്റിന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ നിയമമാണ് റൗലറ്റ് ആക്ട്. ആരുടെ നേതൃത്വത്തിലുള്ളതാണ്? ജസ്റ്റിസ് സിഡ്നി റൗലറ്റിന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ നിയമം. എന്താണ് ഈ നിയമം? ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലും വെക്കാം. അതുപോലെ പ്രത്യേക കോടതിയിൽ രഹസ്യ വിചാരണ നടത്താം. പിന്നെ കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കുകയും ചെയ്യാം. ഇതൊക്കെയാണ് റൗലറ്റ് നിയമത്തിൽ വരുന്നത്. ഇതിനെതിരെ ഉണ്ടായ ഒരു ദാരുണ സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. അടുത്ത ചോദ്യം, ജാലിയൻ വാലാബാഗ് ദിനം ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് ദിനം. കാരണം 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. അമൃതസറിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്, പഞ്ചാബിലെ അമൃതസറിൽ. അപ്പം ജാലിയൻ വാലാബാഗ് ദിനം ഏപ്രിൽ 13. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാൻ നേടുക തന്നെ ചെയ്യും എന്ന് പ്രസിദ്ധമായ പ്രഖ്യാപനം ആരുടേതാണ്? ബാലഗംഗാധര തിലകിന്റെ പ്രഖ്യാപനമാണ് സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാൻ നേടുക തന്നെ ചെയ്യും എന്നുള്ളത്. അടുത്ത ചോദ്യം, നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായ സംഭവം. ചൗരി ചൗര സംഭവമാണ് നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായത്. എന്താണ് ചൗരി ചൗര സംഭവം?
അതായത് 1922 ഫെബ്രുവരി 5-ന് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ എന്ന ജില്ലയിലെ ചൗരി ചൗര എന്നൊരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിൽ കോൺഗ്രസിന്റെ ജാഥയ്ക്ക് നേരെ പോലീസ് വെടിവെച്ചു. തുടർന്ന് ക്ഷുഭിതരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും 22ഓളം പോലീസുകാരെ അഗ്നിക്കിരയാക്കുകയും ചെയ്തു. ഹിംസാത്മകമായ ഈയൊരു സംഭവം ഗാന്ധിജിയെ വേദനിപ്പിക്കുകയും നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമാവുകയും ചെയ്തു. അപ്പം ഇതാണ് ചൗരി ചൗര സംഭവം. 1928 സർദാർ വല്ലഭായ് പട്ടേൽ ഗുജറാത്തിലെ കർഷകർക്ക് വേണ്ടി സംഘടിപ്പിച്ച സത്യാഗ്രഹം ബർദോളി സത്യാഗ്രഹമാണ്. സർദാർ വല്ലഭായ് പട്ടേൽ 1928 കർഷകർക്ക് വേണ്ടി സംഘടിപ്പിച്ച സത്യാഗ്രഹം. എന്താണ് ബർദോളി സത്യാഗ്രഹം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഭൂനികുതി വർധനവിനെതിരെ ഗുജറാത്തിലെ കർഷകർ നടത്തിയ സമരമാണ് ബർദോളി സമരം. ഈ ഒരു സമരത്തിന് നേതൃത്വം നൽകിയതുകൊണ്ട് സർദാർ വല്ലഭായ് പട്ടേൽ ബർദോളി ഗാന്ധി എന്ന് അറിയപ്പെട്ടു. അടുത്ത ചോദ്യം, ഗാന്ധിജി കടപ്പുറത്ത് വെച്ച് ഉപ്പ് കുറുക്കി നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചത് എന്നാണ്? 1930 ഏപ്രിൽ 6-നാണ് ഗാന്ധിജി കടപ്പുറത്ത് വെച്ച് ഉപ്പ് കുറുക്കി നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചത്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി ബ്രിട്ടീഷ് ഗവൺമെന്റ് വിളിച്ചു ചേർത്ത വട്ടമേശ സമ്മേളനം നടന്ന വർഷം? 1930, 1931, 1932. അപ്പോൾ 3 പ്രാവശ്യമാണ് വട്ടമേശ സമ്മേളനം നടന്നത്. എന്തിനു വേണ്ടിയാണ് ഈ വട്ടമേശ സമ്മേളനം നടന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് വട്ടമേശ സമ്മേളനം വിളിച്ചു ചേർത്തത്. അടുത്ത ചോദ്യം, 1930, 1931, 1932 എന്നീ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരൻ? BR അംബേദ്കർ ആണ് ഈ 3 വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്ത ഇന്ത്യക്കാരൻ. അടുത്ത ചോദ്യം, ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ്? 1942 ആഗസ്റ്റ് 9-നാണ് ക്വിറ്റ് ഇന്ത്യ ദിനം. എന്താണ് ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ച ദിവസം 1942 ആഗസ്റ്റ് 9-നാണ്. അതുപോലെ ക്വിറ്റ് ഇന്ത്യ ദിവസമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ആഗസ്റ്റ് 9-നാണ്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാലോ. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? അരുണ ആസിഫ് അലിയെയാണ് ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ആരെയാണ്? അരുണ ആസിഫ് അലിയെ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളെ തൽപരരായി INA-യിൽ ചേർന്ന മലയാളികൾ ആരൊക്കെയാണ്? 1. വക്കം അബ്ദുൾ ഖാദർ, 2. ക്യാപ്റ്റൻ ലക്ഷ്മി, 3. കൃഷ്ണപിള്ള, 4. ജയപ്രകാശ് നാരായൺ. ഉത്തരമെന്ന് പറയുന്നത് 1ഉം 2ഉമാണ്. വക്കം അബ്ദുൾ ഖാദറും അതുപോലെ ക്യാപ്റ്റൻ ലക്ഷ്മിയുമാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ തൽപരരായി INA-യിൽ ചേർന്ന മലയാളികൾ. അടുത്ത ചോദ്യം, ഗാന്ധിജി മുന്നോട്ട് വെച്ച നയി താലീം അഥവാ ന്യൂനതാ വിദ്യാഭ്യാസം എന്ന വിദ്യാഭ്യാസ പദ്ധതിയുമായി ബന്ധമില്ലാത്തത് ഏത്? 1. പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുക, 2. വിദ്യാഭ്യാസം ഉൽപാദനക്ഷമതയുമായി ഏതെങ്കിലും തൊഴിലുമായി ബന്ധപ്പെട്ട് വേണം, 3. 8 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം, 4. വിദ്യാഭ്യാസം മാതൃഭാഷയിലായിരിക്കണം. ഇതിൽ ഗാന്ധിജി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതിയുമായിട്ട് ബന്ധമില്ലാത്തത് ഒന്നാമത്തതാണ്, പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുക. ബാക്കിയുള്ളതെല്ലാം, അതായത് വിദ്യാഭ്യാസം ഉൽപാദനക്ഷമമായ ഏതെങ്കിലും തൊഴിലുമായി ബന്ധപ്പെട്ട് വേണമെന്നും അതുപോലെ 8 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്നും വിദ്യാഭ്യാസം മാതൃഭാഷയിലായിരിക്കണമെന്നും ഗാന്ധിജി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതിയിലെ കാര്യങ്ങളാണ്. അടുത്ത ചോദ്യം, ഇന്ത്യ ഗാന്ധിജിക്ക് ശേഷം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്? രാംചന്ദ്ര ഗുഹയാണ് ഇന്ത്യ ഗാന്ധിജിക്ക് ശേഷം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. അടുത്ത ചോദ്യം, ഗാന്ധിജി വെടിയേറ്റു മരിച്ച ദിവസം? 1948 ജനുവരി 30-നാണ് ഗാന്ധിജി വെടിയേറ്റു മരിച്ചത്. അടുത്ത ചോദ്യം, ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനർസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനർസംഘടനാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലി ആണ് സംസ്ഥാന പുനർസംഘടനാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ. നമ്മളെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ രൂപീകരിക്കുന്നതിനായിട്ട് രൂപീകരിച്ച സംസ്ഥാന പുനർസംഘടനാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷനാണ് ഫസൽ അലി. അടുത്ത ചോദ്യം, 1956 പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ സംസ്ഥാന പുനർസംഘടനാ നിയമപ്രകാരം
നിലവിൽ വന്ന സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും എണ്ണം എത്രയാണ്? 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് 1956 പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ സംസ്ഥാന പുനർസംഘടനാ നിയമപ്രകാരം നിലവിൽ വന്ന സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും. 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും. അടുത്ത ചോദ്യം, സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കാനായി 1948 നിയമിച്ച കമ്മീഷൻ. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനാണ് സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കാനായി 1948 നിയമിച്ച കമ്മീഷൻ. രാധാകൃഷ്ണൻ കമ്മീഷനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ 12 വർഷത്തെ പ്രീ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം ശുപാർശ ചെയ്ത കമ്മീഷനാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. അതുപോലെ തൊഴിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക, സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക, ഇതൊക്കെ രാധാകൃഷ്ണൻ കമ്മീഷന്റെ മറ്റ് പ്രധാന ശുപാർശകളാണ്. അടുത്ത ചോദ്യം, കേന്ദ്ര ഗവൺമെന്റിന്റെ ദേശീയ വിദ്യാഭ്യാസ നയം 2022 അംഗീകാരം നൽകിയ വർഷം ഏതാണ്? 2020 ജൂലൈ 29 കേന്ദ്ര ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ നയത്തിന് അംഗീകാരം നൽകിയത്. 10+2 എന്ന സ്കൂൾ ഘടനയ്ക്ക് പകരമായി 5+3+3+4 എന്ന ഘടനാ പരിഷ്കാരം നിർദ്ദേശിച്ചത്. ദേശീയ വിദ്യാഭ്യാസ നയമാണ് ഇങ്ങനെ ഒരു പരിഷ്കാരത്തിന് നിർദ്ദേശം നൽകിയത്. അടുത്ത ചോദ്യം, മനുഷ്യനുള്ള പൂർണ്ണതയുടെ അവകാശമാണ് വിദ്യാഭ്യാസം എന്ന് അഭിപ്രായപ്പെട്ടത് ആര്? സ്വാമി വിവേകാനന്ദനാണ് മനുഷ്യനുള്ള പൂർണ്ണതയുടെ അവകാശം വിദ്യാഭ്യാസമാണ് എന്ന് അഭിപ്രായപ്പെട്ടത്. അടുത്ത ചോദ്യം, ഡോക്ടർ PM മുബാറക് പാഷ ഏത് സർവകലാശാലയുടെ വൈസ് ചാൻസലറാണ്? ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയിലെ വൈസ് ചാൻസലറാണ് ഡോക്ടർ PM മുബാറക് പാഷ. അടുത്ത ചോദ്യം, കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ ആരാണ്? ഡോക്ടർ സജി ഗോപിനാഥ് ആണ് കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ. അടുത്ത ചോദ്യം, പഞ്ചശിലാ തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യം. ഇന്ത്യയും ചൈനയുമാണ് പഞ്ചശിലാ തത്വങ്ങളിൽ ഒപ്പുവെച്ചത്. എന്താണ് പഞ്ചശിലാ തത്വങ്ങൾ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പരസ്പരം ആക്രമിക്കാതിരിക്കാൻ വേണ്ടി രാജ്യത്തിന്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുകയും അതുപോലെ ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക, സമത്വവും പരസ്പര സഹായവും പുലർത്തുക, അതുപോലെ സമാധാനപരമായ സഹപ്രവർത്തനം പാലിക്കുക. ഇതിനുവേണ്ടി 2 രാജ്യങ്ങളും കൂടി ചേർന്ന് ഒപ്പുവെച്ചതാണ് പഞ്ചശിലാ തത്വങ്ങൾ. പഞ്ചശിലാ തത്വങ്ങൾ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. അതുപോലെ ചൈനീസ് പ്രധാനമന്ത്രിയായിട്ടുള്ള ചൗ എൻ ലായ് ആണ് ഈ ഒരു പഞ്ചശിലാ തത്വത്തിൽ ഒപ്പുവെച്ചത്. 1954 പഞ്ചശിലാ തത്വങ്ങൾ ഇരു രാജ്യക്കാരും ഒപ്പുവെക്കുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയം എത്ര? 52 സെക്കൻഡാണ് ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയം. ശ്രദ്ധിച്ചു കേൾക്കണം, 52 സെക്കൻഡാണ് ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയം. അടുത്ത ചോദ്യം, ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിംഗല വെങ്കയ്യ ജനിച്ചത് ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശിലാണ് പിംഗല വെങ്കയ്യ ജനിച്ചത്. അദ്ദേഹം ആരാണ്? ഇന്ത്യയുടെ ദേശീയ പതാക തയ്യാറാക്കിയ വ്യക്തിയാണ് പിംഗല വെങ്കയ്യ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യൻ ചരിത്രവുമായി ബന്ധപ്പെട്ട് മുൻവർഷ ചോദ്യങ്ങൾ. ഇത് ഞാൻ 2 വീഡിയോസ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ആദ്യത്തേത് കാണാത്തവർ എന്തായാലും അത് കാണണം. അതിൽ ഞാൻ കുറേ കാര്യങ്ങൾ വിശദീകരിച്ച് പറയുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.